സ്കൈ ഈസ് ദ ലിമിറ്റ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ ബേസ്ഡ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തത്. സ്കൈ എന്നുള്ള പ്രോജക്റ്റ് സാർ അനൗൺസ് ചെയ്ത സമയത്ത് എത്തരത്തിലുള്ള ഒരു ഓഡിയൻസിനെ അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വിഷണറീസ്, അതായത് ഹു വാണ്ട്സ് ടു തിങ്ക് ബിഗ്, അല്ലെങ്കിൽ ഹു വാണ്ട്സ് ടു ട്രാൻസ്ഫോം ദെയർ ലൈഫ്സ് ഫോർ ദി സൊസൈറ്റി, അല്ലെങ്കിൽ ഹു വാണ്ട്സ് ടു ഡെയർ ടു ഡ്രീം ബിയോണ്ട് ദി ഓർഡിനറി. ഇത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഇക്കോസിസ്റ്റമാണ് നമ്മളവിടെ ബിൽഡ് ചെയ്യുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ലേ? അത്തരത്തിലുള്ള ഒരു ആളുകൾ താമസിക്കുന്ന ഒരു 62 വിഷണറീസ് താമസിക്കുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. അതാണ് അതിൻ്റെ ബ്യൂട്ടി. കശ്മീർ കുന്ന് അത്തരത്തിലുള്ള ഒരു ലൊക്കേഷനാണ്. അത് ഒരു റെയറാണ്. അത് റീക്രിയേറ്റ് ചെയ്യാൻപ്പെടാത്ത ഒരു സാധനമാണ്. ഈവൻ ഞങ്ങൾക്ക് ഇനി അത് ഓഫർ ചെയ്യാൻ പറ്റില്ല. വി കാൺ ഓഫർ ഇറ്റ് അഗെയിൻ. ഒരു വീടെന്നത് 4 ചുവരുകളുള്ള ഒരു അഡ്രസ്സ് മാത്രമാണോ, അതോ നമ്മുടെ ജീവിത രീതിയെയും ചിന്തകളെയും അതുപോലെ തന്നെ നമ്മുടെ ഭാവിയെയും രൂപപ്പെടുത്തുന്ന ഒരു തീരുമാനമാണോ? ഇന്ത്യൻ ബേസ് ലിവിംഗ് എന്നുള്ള ആശയമാണ് ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് ലോകത്ത് ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത്. ഈ ആശയത്തിലൂന്നി കോഴിക്കോട്ടെ കശ്മീർ കുന്നിൽ ക്രൈറ്റർ ഗ്രൂപ്പ് ഒരുക്കുന്ന ദ സ്കൈ എന്നുള്ള പ്രൊജക്റ്റാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. സ്കൈയെക്കുറിച്ചും കശ്മീർ കുന്നിനെ കുറിച്ചുമെല്ലാം സംസാരിക്കാൻ നമുക്കൊപ്പമുള്ളത് ക്രൈറ്റർ ഗ്രൂപ്പിന്റെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ഇഫ്ലു റഹ്മാനാണ്. സർ, വെൽക്കം ടു ദി ഷോ. ഹായ്. സ്കൈ ആണ് ഇപ്പം ചർച്ചാ വിഷയം. എന്താണ് സ്കൈ എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. വാട്ട് ഈസ് സ്കൈ? സ്കൈ എന്ന് പറയുന്നത് നമ്മുടെ ക്രൈറ്റർ ഗ്രൂപ്പിൻ്റെ റിയൽറ്റി ഡിവിഷൻ്റെ ഒരു പ്രോജക്റ്റാണ്, റെസിഡൻഷ്യൽ പ്രോജക്റ്റാണ്. ഇത് കോഴിക്കോട് നമ്മുടെ കശ്മീർ കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. ഇത് കഴിഞ്ഞ മാസമാണ് ഞങ്ങളത് ലോഞ്ച് ചെയ്തത്. ഇതിനോടകം തന്നെ കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരു വലിയ രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ക്രിയേറ്റഡ് ഫോർ ദി വിഷണറീസ്. ഒരു വിഷണറി മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അതായത് ഹു വാണ്ട്സ് ടു തിങ്ക് ബിഗ്, അല്ലെങ്കിൽ ഹു വാണ്ട്സ് ടു ട്രാൻസ്ഫോം ദെയർ ലൈഫ്സ് ഫോർ ദി സൊസൈറ്റി, അല്ലെങ്കിൽ ഹു വാണ്ട്സ് ടു ഡെയർ ടു ഡ്രീം ബിയോണ്ട് ദി ഓർഡിനറി. ഇത്തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഇക്കോസിസ്റ്റമാണ് നമ്മളവിടെ ബിൽഡ് ചെയ്യുന്നത്. ഇപ്പം പറഞ്ഞത് കേട്ടിട്ട് സ്കൈ എന്നുള്ള നമ്മൾ അർത്ഥമാക്കുന്നത് വിശാലമായ ആകാശം, അങ്ങനെ ഒരു അർത്ഥമാണല്ലോ. അത് തന്നെയാണ് ഈ പ്രൊജക്റ്റിലും കൊണ്ടുവരാൻ ഉദ്ദേശിക്കാൻ തോന്നുന്നു. സ്കൈ ഈസ് ദ ലിമിറ്റ്. അത്തരത്തിലുള്ള ആളുകൾ ആലോചിക്കുന്നതും ചിന്തിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഒരു ഫ്രീഡം, അത് പറക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആ ഒരു സ്ഥിതിയാണ് നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഞാൻ ബ്രോഷറൊക്കെ നോക്കിയ സമയത്ത് ഇന്ത്യൻ ബേസ്ഡ് ലിവിംഗ് എന്നുള്ളൊരു ടേം കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് രംഗത്ത് ഈ ഇന്ത്യൻ ബേസ്ഡ് ലിവിംഗ് എന്നുള്ളൊരു സംഭവം പുതുമയാണ്, പക്ഷേ വലിയ അർത്ഥങ്ങളുണ്ട് അതിന്. എന്താണ് ഈ സ്കൈയും ഇന്ത്യൻ ബേസ്ഡ് ലിവിംഗും രണ്ടും കൂടി യോജിപ്പിക്കുമ്പോൾ വരുന്നത്? അതായത് ഞങ്ങൾക്കൊരു ഫിലോസഫി ഉണ്ട്. വി ആർ ക്രിയേറ്റിംഗ് മീനിങ് ചേഞ്ചസ് ദ ലൈഫ് ഫോർ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അത് ഞങ്ങളുടെ ഒരു സ്ട്രോങ് ബിലീഫ് സിസ്റ്റമാണ്. ദാറ്റ് ഗൈഡിങ് ടു അവർ ഇൻറ്റൻറ്റ്. നമ്മൾ സ്കൈനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഞങ്ങൾ ദിസ് ഷുഡ് നോട്ട് ബി എനി അതർ പ്രോജക്റ്റ്. ഒരു ജസ്റ്റ് സെല്ലിങ് ബിൽഡിംഗ് ഓർ സെല്ലിങ് ലാൻഡ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവാൻ പാടില്ല. അതൊരു മീനിങ് സ്പേസ് ആയിരിക്കും. അതായിരുന്നു നമ്മളെ ഇൻറ്റൻറ്റ്, നമ്മളെ പേർപ്പസ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് ഓണർഷിപ്പ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതേപോലെ നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി, സേഫ്റ്റി, ഇതൊക്കെയാണ്, ഓർ ലക്ഷറി, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദോസ് ആർ അവർ ബേസിക്സ്. ലൈക്ക് അതെന്തായാലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതിന് ബിയോണ്ട് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിനെ ഹ്യൂമൻ പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ഇന്ത്യൻ ബേസ്ഡ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഇൻറ്റൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു മാക്രോ ലെവലിൽ നമുക്കൊരു വിഷനുണ്ട്.
ആ വിഷനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻറ്റൻറ്റിലേക്ക് കൊണ്ടുവരികയാണ് ഈ പ്രോജക്റ്റോട് കൂടി. ഓക്കെ, ഈ കശ്മീർ കുന്നെന്ന് പറയുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെയാണ്, എന്നാൽ പ്രകൃതിയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വൈ കശ്മീർ കുന്നെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സാറിൻ്റെ ഉത്തരം? അതുപോലെ തന്നെ ഒരു ഡെവലപ്പർ എന്നുള്ള രീതിയിലല്ല, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കശ്മീർ കുന്ന് സാറിനെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുണ്ടാവും? ശരിക്കും ഈ കോഴിക്കോടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കശ്മീർ കുന്നിനെ കുറിച്ച് അറിയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ്. അതിനു മുമ്പ് ഒരുപാട് ആളുകൾ ആ കശ്മീർ കുന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ് ആളുകളൊക്കെ അതിനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് കശ്മീർ കുന്ന് എന്നുള്ളത് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു 1000-ഓളം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ എവറി ഡേ വെർ വിസിറ്റിംഗ് ദിസ് പ്ലേസ്. അതെന്താ കാരണം? അവിടെ ഒരു കശ്മീരിനെ ശരിക്കും എന്താ പറയുക, അതിന് പറ്റുന്ന രീതിയിലുള്ള ക്ലൈമറ്റ്, ആ പീസ് ഓഫ് സറൗണ്ടിങ്സ്, അതിൻ്റെ ഒരു 360 ഡിഗ്രി ബ്രെത്ത് ടേക്കിംഗ് വ്യൂ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് കശ്മീരിനെ നമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അതൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴാണ് ഇങ്ങനൊരു തോട്ട് നമുക്കുണ്ടായത്. എങ്ങനെ ആ പ്ലേസ് സാറിന് സ്വാധീനിച്ചിട്ടുണ്ടാവുക? എന്തായിരുന്നു ഫസ്റ്റ് തോട്ട് കശ്മീർ കുന്ന് കണ്ടപ്പോൾ? എങ്ങനെ ഇവിടെ ഒരു പ്രൊജക്റ്റിന് ചിന്തിച്ചപ്പം, ഇവിടെ ഒരു പ്രൊജക്റ്റ് വരണമെന്ന് ചിന്തിച്ചപ്പം എന്തായിരുന്നു ആദ്യം മനസ്സിലേക്ക് വന്നിട്ടുള്ളത്? ഞങ്ങളവിടെ പോയ സമയത്ത്, ആദ്യം കണ്ട സമയത്ത് തന്നെ ഇതൊരു ലിവിങ്ങിന് പറ്റിയ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലമാണെന്നുള്ളതിന് യാതൊരു തർക്കവും ഉണ്ടായിരുന്നില്ല. അതാണ് അവിടെ നിന്നാണ് ഞങ്ങളിത് ചിന്തിച്ചു തുടങ്ങിയത്. ആർക്ക് വേണ്ടി, ഇവിടെ ആര് താമസിക്കണം, എന്തിന് താമസിക്കണം, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ആലോചിച്ചോട്ടെ. അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഞങ്ങൾ വരാൻ കാരണം. ഇന്നത്തെ കാലത്ത് ആൾക്കാർ വേറൊരു പ്രോപ്പർട്ടി മാത്രമല്ല, അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ ഒന്നും കൂടെ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ ഈ ഒരു ലക്ഷറി ആമിനിറ്റീസ് അതിനേക്കാളൊക്കെ ഉപരി ഒരു ചുറ്റുപാട് അവരെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് അവർ നോക്കിക്കാണുന്നത് ഇന്നത്തെ കാലത്തെ ആളുകൾ കേട്ടോ. അത്തരത്തിൽ നോക്കുമ്പം സ്കൈ എങ്ങനെയാവും അവരെ ഹെൽപ്പ് ചെയ്യുക? ആക്ച്വലി ഇന്ന് ലോകത്ത് തന്നെ റിസർച്ചേഴ്സ് ഹാവ് സ്റ്റഡീഡ് അബൌട്ട് ദി സ്പേഷ്യൽ ഷിഫ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അതായത് അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഗ്രോത്ത്, അവരുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം ഇമ്പ്രൂവ് ആവാൻ ആ ഒരു സ്ഥലം, ആ എൻവയോൺമെൻറ്റ് അവരെ എന്ത് ചെയ്യുന്നുണ്ട്? സ്വാധീനിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നീ പറഞ്ഞ ആ എല്ലാ കാര്യങ്ങളും അവിടെ ആയിത്തീരുകയാണ് ആളുകൾക്ക്. സ്കൈ എന്നൊരു പ്രോജക്റ്റ് സാർ അനൗൺസ് ചെയ്ത സമയത്ത് എത്തരത്തിലുള്ള ഒരു ഓഡിയൻസിനെ അല്ലെങ്കിൽ എത്തരത്തിലുള്ള ഒരു ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? വിഷണറീസ്, അതായത് ഉയരത്തിൽ ചിന്തിക്കുകയും ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും അത് അവർക്കും അവരുടെ ഫാമിലിക്കും അതേപോലെ സൊസൈറ്റിക്കും ബെനിഫിറ്റ് ആവുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലം. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കില്ലേ? അത്തരത്തിലുള്ള ഒരു ആളുകൾ താമസിക്കുന്ന ഒരു 62 വിഷണറീസ് താമസിക്കുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഓക്കെ, ഈ വിഷണറീസിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു. എങ്കിലും ചോദിക്കട്ടെ, സ്കൈയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും? ഞങ്ങൾ ഈ വിഷണറീസിന് വേണ്ടി ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്ത് വേണം എന്നുള്ളത് നമ്മൾ അവരെ സൈഡിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇതിലേക്ക് വരുന്നത്. ഒരു വിഷണറീസിന് എന്തായിരിക്കും വേണ്ടി വരിക? അവർക്ക് ഫാമിലി, അവരുടെ ഹെൽത്ത്, അവരുടെ എൻ്റർടൈൻമെൻറ്റ്, അവരുടെ ടൈം, അതൊക്കെയാണല്ലോ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആർക്കിടെക്ചറൽ ലെവലിലും ലാൻഡ്സ്കേപ്പ് ലെവലിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡിസൈൻ ആസ്പെക്റ്റിലും അത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിഷണറി ഒരു ഫാമിലിയായിട്ട് താമസിക്കുമ്പം അവർക്ക് ഉണ്ടാവുന്ന ആ വീട്ടിലുണ്ടാവേണ്ട ഒരു ഫീൽ അതെങ്ങനെ ആയിരിക്കണം എന്നത് നമ്മൾ വളരെ കൃത്യമായി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഹെൽത്ത്, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ദേ ഷുഡ് കം വിത്ത് ദെയർ ബൈസിക്കിൾ ആൻഡ് അവരൊരു റൗണ്ട് അടിക്കുന്നു. ദെൻ അഗൈൻ ദേ ആർ ഗോയിങ് ഫോർ ഹെൽത്ത് ക്ലബിലേക്ക് പോകുന്നു, അതേപോലെ സ്വിമ്മിംഗ് പൂൾ. ഇതൊക്കെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ വിഷണറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കണക്റ്റ് ചെയ്തുകൊണ്ടാണ് ഈ ആർക്കിടെക്ചറൽ ഡിസൈന് നമ്മളിതിൽ കൺസീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോഴിക്കോട് എന്ന് പറഞ്ഞ നഗരം
ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം എന്ന് തന്നെ പറയാൻ പറ്റും. അതിൽ ഈ ഒരു ഗ്ലോബലി പൊസിഷൻഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് സ്കൈ അവതരിപ്പിക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകളല്ല ഞങ്ങൾ. പക്ഷേ കോഴിക്കോട് ഇത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം കോഴിക്കോടുള്ള ആളുകൾ ഒരുപാട് ഗ്ലോബൽ എക്സ്പീരിയൻസും അതേപോലെ ഒരുപാട് ബിസിനസ് പരമായിട്ടും വളരെ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളാണ്, എസ്പെഷ്യലി കോഴിക്കോട്. അപ്പോൾ ഇവിടെ അത് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ഇൻറ്റൻറ്റ് അല്ലെങ്കിൽ ഞങ്ങളെ പേർപ്പസിന് പറ്റിയ ഒരു സ്ഥലം ഫോർച്ചുനേറ്റ്ലി നമുക്ക് കോഴിക്കോട് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ കോഴിക്കോട് എന്തുകൊണ്ടും ഇത് വളരെയധികം ആളുകൾക്ക് ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റായിട്ട് ഞങ്ങളിതിനെ കാണുന്നുണ്ട്. ഈ എൻവയോൺമെൻറ്റ് ഷേപ്സ് പീപ്പിൾ എന്ന് പറയുമല്ലോ, ആ ഒരു ആശയം സ്കൈ എങ്ങനെയാണ് നടപ്പാക്കുക? ബിൽ ഗേറ്റ്സും അതേപോലെ ഈ സ്റ്റീവ് ജോബ്സൊക്കെ അവരുടെ ഈ സൃഷ്ടികൾ, അവർ ക്രിയേറ്റിവിറ്റികളൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ തിരഞ്ഞെടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഈ ലേക്ക് സൈഡുകളും അതേപോലെ ഹിൽ സ്റ്റേഷനുകളൊക്കെയാണ്. ഇവിടെ ലോകത്ത് തന്നെ ടോപ്പ് 5 അല്ലെ ടോപ്പ് 4 വരുന്ന നമ്മൾ അറിയപ്പെടുന്ന മലബാർ ഗ്രൂപ്പിൻ്റെ അല്ലെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് എന്ന കമ്പനിയും അവരുടെ ലീഡേഴ്സ്, അവരുടെ ചെയർമാനും അതേപോലെ ഡയറക്ടേഴ്സും MD ഒക്കെ താമസിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനിലാണ്. അപ്പോൾ ഹിൽ സ്റ്റേഷൻ ഇത്തരത്തിലുള്ള എൻവയൺമെൻറ്റ് അവരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. അവരെ ബിസിനസ്സിലും അവരെ ഫാമിലി ലൈഫിലും അവരെ ക്രിയേറ്റിവിറ്റിയിലും അവരെ ഗ്രോത്തിലും. അപ്പം ഇത് ഞങ്ങളും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഗ്രോത്ത് നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതോടുകൂടി ആ ഗ്രോത്തും കൂടെ അവർക്ക് കിട്ടുന്നതാണ്. ഒരു 20 years കഴിയുമ്പോൾ, നമ്മളെല്ലാം ഒരു 15 years കഴിയുമ്പോൾ അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ഒരു വലിയൊരു ഗ്രോത്ത് എല്ലാം കിട്ടി. അവർ വലിയൊരു ആംബിഷൻസ്, അവരെ ഡ്രീം സക്സസ് ആയി എന്നൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ, അതായിരിക്കും ഒരു പക്ഷേ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കില്ലേ? അതെ, തീർച്ചയായിട്ടും. അതാണ് ഇപ്പം വിഷണറീസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നത്, ഒരു വിഷണറിക്ക് മാത്രമാണോ സ്കൈയുടെ ഭാഗമാവാൻ സാധിക്കുക? അങ്ങനെ ആവണമെന്നില്ല. പക്ഷേ ഒരു വിഷണറി ആയിരിക്കും ഈ സ്കൈനെ ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ നിങ്ങളൊരു വിഷണറി അല്ലെങ്കിലും നിങ്ങളിപ്പോൾ എന്നോട് ചോദിക്കുന്നു എനിക്കത് തരുമോ, അല്ലെ ഞാൻ അവിടെ വന്നോട്ടെ എന്ന് ചോദിക്കുന്നത് തന്നെ അതൊരു വിഷണറി മൈൻഡ് സെറ്റുള്ള ആളായിരിക്കും. കാരണം ആ പ്രോജക്റ്റ് അങ്ങനെയാണ് നമ്മൾ അതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഒരു വിഷണറി ഇല്ലാത്ത ഒരാൾക്ക് അത് ചോദിക്കാൻ കഴിയില്ല. ഇനി അവർ അതല്ല എന്ന് വിചാരിക്കുക, വിഷണറി അല്ല എന്ന് വിചാരിക്കുക. ദർ ഇസ് എ ചാൻസ് ഹി വിൽ ബിക്കം എ വിഷണറി വെൻ ഹി ഈസ് അറ്റ് അവർ പ്രിമൈസ്. അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതോട് കൂടിയിട്ട് അവർക്ക് വിഷണറി ആവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം കൊളാബറേഷൻ ബിക്കം ഈസിയർ അല്ലേ, ഐഡിയ ബിക്കം ഷെയർഡ്, അല്ലെങ്കിൽ നമ്മളങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഷെയർഡ് ആവും. അത് അങ്ങനെയാണല്ലോ ഒരു കാര്യങ്ങളെല്ലാം കമ്മ്യൂണിറ്റി. അതെ, എൻ്റെ കയ്യിലൊരു ബുക്കുണ്ട്, മൈ വിഷൻ ഫോർ വിഷണറീസ്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ഇതുപോലെ അതിൻ്റെ എല്ലാമായ ഒരു വ്യക്തി ഒരു ബുക്ക് എഴുതുന്നത് കാണുന്നത്. ഈ ബുക്കിന് പിന്നിലുള്ളൊരു സംഭവം, അതുപോലെ തന്നെ എന്താണ് ഈ ബുക്ക് നമുക്ക് തരുന്നത്? നേരത്തെ എന്നോട് ചോദിച്ചല്ലോ ഈ കശ്മീർ കുന്നിൽ വന്നപ്പോൾ എന്താണ് തോന്നിയത്. ആ തോന്നലാണ് ആ ബുക്കിലുള്ളത്. അന്ന് മുതൽ ഞങ്ങൾ ഇതൊരു ഡിസൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നതിന് മുമ്പ് എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്തിനത് ചെയ്യണം, ചെയ്യുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനൊരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ ആവണം എന്നുള്ളത്. അത് ഞങ്ങൾ ഒരു ബുക്കിലൂടെ അല്ലെങ്കിൽ ഒരു എഴുതി ഉണ്ടാക്കി അത് ബുക്കാക്കി ഈ ബുക്കാണ് പിന്നീട് നമ്മുടെ ആർക്കിടെക്റ്റിനും ഡിസൈനിനും അതേപോലെ ഞങ്ങളെല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ദിസ് ഈസ് ദ പ്രോജക്റ്റ്, ഇത് നിങ്ങൾ വായിക്കണം, ഇതായിരിക്കും ഈ പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് ആക്ടിവിറ്റി, എന്താണ് നമ്മൾ പറയുക, അതിൻ്റെ എല്ലാ സ്റ്റോറിയും ഇതായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇന്നും ഈ ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്തത്, ഇതിലൊരു കറക്ഷനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എഴുതി, ആ സ്ക്രിപ്റ്റ് ഒരു ഫിലിം ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ
അതേപോലെ തന്നെയാണ് ഈ പ്രോജക്റ്റിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മൾ ചെയ്തത്. അതിലൊരു കറക്ഷൻ ഉണ്ടായിട്ടില്ല. ഓക്കെ. അതായിരുന്നു നമ്മുടെ ആക്ച്വൽ കണ്ടന്റ്. സ്കൈയുടെ ആഡ് വളരെ സമ്പന്നമാണ്, വലിയ രീതിയിൽ ക്യൂറേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഭവം. ശ്രേയ ശരൺ, അതുപോലെ തന്നെ സെബ ടോമി, മക്കാവു, ഇവരെയൊക്കെ പ്ലേസ് ചെയ്തിട്ട് ഒരു ആഡ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷൻ കൊണ്ടുവരാനുള്ള റീസൺ എന്തായിരുന്നു? ഞങ്ങളുടെ ഒരു ഇൻറ്റൻറ്റ്, അതായത് ഈ പ്രോജക്റ്റിൽ എന്തൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിൽ ഒരു വിഷണറി ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായ ഒരു ഡ്രോയിങ് ഞങ്ങൾ മനസ്സിലുണ്ട്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് അടുത്ത ചാലഞ്ച്. ഇത് ആളുകളിലേക്ക് അറിയിക്കണം. ഇതെങ്ങനെ അറിയിക്കും? അപ്പോൾ അത് അറിയിക്കണമെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു ആൾ ആവശ്യമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സെലിബ്രിറ്റീനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ സെലിബ്രിറ്റീനെ കൊണ്ടുവരിക എന്നുള്ളത് ആയിരുന്നില്ല ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാളെ കൊണ്ടുവരിക എന്നിട്ട് അതിനൊരു ബ്രാൻഡ് ചെയ്യപ്പെടുക എന്നായിരുന്നില്ല അതിൻ്റെ ഉദ്ദേശം. ആക്ച്വലി ആ കമ്മ്യൂണിറ്റിയിൽ ഒരാൾ 16 hours എൻവിഷൻ അവേഴ്സ് എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന ബാക്കിയുള്ള അവേഴ്സ് ഒരു 16 hours കൂട്ടിക്കോളും നിങ്ങൾ. 16 hours അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരിക്കും, ഇത് നമ്മൾ കൃത്യമായിട്ട് ഡ്രോയിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു അത്തരത്തിലുള്ളൊരു പേഴ്സണാലിറ്റി, ഒരു വിഷണറി, ശ്രേയ ശരൺ എന്ന് പറയുന്നത് ഒരു വിഷണറി കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആളെ ഇതിലേക്ക് വന്നു. അത് അവരെ കൊണ്ട് അത് നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് ക്യാപ്ചർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതെ. അതുപോലെ തന്നെ ആഡ് കണ്ട സമയത്ത് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത മറ്റൊരു കാര്യമാണ് ഫ്ലൈ ത്രൂ എന്നുള്ളൊരു ആശയം. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ആശയം വന്നത്? ഫ്ലൈ ത്രൂ എനിക്ക് തോന്നുന്നു ഞങ്ങളായിരിക്കും ആദ്യം പറഞ്ഞിട്ടുണ്ടാവുക. സാധാരണ റിയൽ എസ്റ്റേറ്റ് മേഖലയിലൊക്കെ ഇതിനെ വാക്ക് ത്രൂ എന്നാണ് പറയാറ്. ഞങ്ങളിതിനെ പറയുന്നത് ഫ്ലൈ ത്രൂ എന്നാണ്. ബേസിക്കലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഒരു ഫ്ലാറ്റ് മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇതേപോലെ ഇത്തരം പ്രൊഡക്റ്റുകൾ മേടിക്കാൻ പോകുമ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന ഒരു വീടിൻ്റെ സ്റ്റൈല് അല്ലെങ്കിൽ റൂംസ്, ഇൻറ്റീരിയേഴ്സ്, അതിൻ്റെ എക്സ്റ്റീരിയർ വ്യൂസ്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. സ്റ്റിൽ ആളുകൾ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമോഷണലി നമുക്കത് കണക്റ്റ് ആവുന്നത് വളരെ കുറവായിരിക്കും. എനിക്ക് കണക്റ്റ് ആവാറില്ല. ഞാനിത് എന്തിനു മേടിക്കണം, എനിക്ക് എന്താണ് ബിയോണ്ട് ഇതിൻ്റെ മുകളിൽ എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത്, അത്തരം ആ ഒരു ഇമോഷൻ വരാത്തത് കൊണ്ട് തന്നെ ഞാനൊരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഒരു സ്റ്റോറി അത് നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഏറ്റവും നല്ലത്, ഒരു കണക്റ്റ് ആവണമെങ്കിൽ ഏറ്റവും നല്ലത് എന്തായിരിക്കും? ഒരു മ്യൂസിക് എപ്പോഴും അല്ലേ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ഇമോഷൻസിനെ കുറച്ച് ഒന്നുകൂടെ നല്ല രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും. അങ്ങനൊരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു ഫ്ലൈ ത്രൂ കാണിക്കേണ്ടത് ഒരു മ്യൂസിക്കിലൂടെയാണ് എന്നുള്ളതാണ് മനസ്സിലായി. അത് അപ്പം മ്യൂസിക്കിലൂടെ ആവുമ്പോൾ ആ മ്യൂസിക് ആ രീതിയിലായിരിക്കണം. അത് കമ്പോസ് ചെയ്യപ്പെടണം, അത് ലിറിക്ക് ഉണ്ടാവണം, അതിനൊരു മീനിങ് ഫുൾ ലിറിക്ക് വേണം, അതിനൊരു നല്ലൊരു വോയിസ് വേണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സെബ ടോമിയിലേക്കൊക്കെ എത്തിയതും ഞങ്ങൾ തന്നെ ലിറിക്ക് ഉണ്ടാക്കിയതും അത് കമ്പോസ് ചെയ്യപ്പെട്ടതും ഒക്കെ. അപ്പോൾ അത് വന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഫീൽ, ഞങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഇൻറ്റൻറ്റ് അവിടെ യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. ഞങ്ങൾക്ക് തന്നെ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഫീലായിരിക്കും. ശരിയാണ്, ആ ഒരു ആഡ് കാണുമ്പോൾ ആ ഒരു ഫീൽ നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കുന്ന. അപ്പോൾ ആ സോങ് ഭയങ്കര രസമാണ് കേൾക്കാനും ഒക്കെ. ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഇനിയുള്ളൊരു ഭാവി എന്ന് പറയുന്നത് ലക്ഷറി ബേസ്ഡ് ആയിരിക്കുമോ അതോ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിരിക്കുമോ? ലക്ഷറി എന്ന് പറയുന്നത് മേ ബി അത് പേഴ്സൺ ടു പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ബിൽഡർ ടു ബിൽഡർ ആയിരിക്കാം, ഡെവലപ്പർ ടു ഡെവലപ്പർ ആയിരിക്കാം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷറി എന്ന് പറയുന്നത്, ലക്ഷറി ഇസ് നോട്ട് വാട്ട് യു ഓൺ, അല്ലേ, ഹൗ ഇറ്റ് ട്രാൻസ്ഫോംസ് യു എന്നുള്ള. നിങ്ങൾ ഓൺ ചെയ്തത് നിങ്ങളെങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടും, അതിവിടെ ഉണ്ടാവും, സ്കൈലുണ്ടാവും. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു 20 വർഷങ്ങൾക്കപ്പുറം സ്കൈനെ ഓർമ്മിക്കപ്പെടുന്നത് എങ്ങനെയായിരിക്കും? ഈ 62 വിഷണറീസ് ഇല്ലേ അവിടെ, ആ ആസ്പായറിംഗ് വിഷണറീസ് ഉണ്ടാവും, മിഷണറീസ് ഉണ്ടാവും.
അവരൊക്കെ ഒരു 20 വർഷം കഴിയുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കും അവരുടെ യാത്രകൾക്കും അല്ലെങ്കിൽ അവരുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങൾക്കില്ല. കാരണം അത്തരത്തിലുള്ളൊരു എൻവയോൺമെൻറ്റാണ് അവർ താമസിക്കുന്നത്. ഈ എൻവയോൺമെൻറ്റ് എപ്പോഴും അവരെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. എസ്പെഷ്യലി കശ്മീർക്കൊന്നും അത്തരത്തിലുള്ള ഒരു ലൊക്കേഷനാണ്. അത് ഒരു റെയറാണ്. അത് റീക്രിയേറ്റ് ചെയ്യാൻ ഒരു സാധനമാണ്. യു കാൺ ഈവൻ ഞങ്ങൾക്ക് ഇനി അത് ഓഫർ ചെയ്യാൻ പറ്റില്ല. വി കാൺ ഓഫർ ഇറ്റ് അഗെയിൻ. ഞങ്ങളങ്ങനെ പറയുന്നത്, ഞങ്ങൾക്കിതിനി ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടില്ല. യുണീക്ക്, ഡെഫിനറ്റ്ലി യുണീക്ക്. ഓക്കെ. ക്രൈറ്റർ ഗ്രൂപ്പാണ് ഈ ഒരു സ്കൈ എന്നുള്ള ഒരു ആശയത്തിൻ്റെ എല്ലാം പിറകിൽ. ക്രൈറ്ററിനെ ഇനി മുന്നോട്ട് കാണുന്നത് എങ്ങനെയായിരിക്കാം? ഞങ്ങൾ ക്രൈറ്റർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ബേസിക്കലി വി പൂൾസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് വി ഡിപ്ലോയ് ദം ടു അവർ ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ്. അതിൽ നിന്ന് പ്രോഫിറ്റ്സ് വി ഡിസ്ട്രിബ്യൂട്ട് എമംഗ് അവർ പാർട്ട്നേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതാണ് ഞങ്ങളുടെ ഒരു സ്ട്രക്ചർ. ഞങ്ങളെ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം ഞങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോജക്റ്റുകളിലാണ്. എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകളിലാണ്, വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റുകളിലാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൈറ്റർ ഗ്രൂപ്പ് വി വാണ്ട് ടു ക്രിയേറ്റ് മീനിങ്ഫുൾ സ്പേസസ്, ദ ലൈവ്സ് ഫോർ ദി പീപ്പിൾ. അത്തരത്തിലുള്ള പ്രോജക്റ്റുകളായിരിക്കും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ബേസിക്കലി ഞങ്ങൾ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങൾ ക്യൂറേറ്റ് ചെയ്തിട്ടില്ല. ഈവൻ ഞങ്ങൾ വി ഡോണ്ട് ബിലീവ് നമ്പേഴ്സ്. ഞങ്ങളൊരു ക്രിയേറ്റീവ് പീപ്പിളാണ്. ഞങ്ങൾ ബിസിനസ്സിനെ കാണുന്നത് ഒരു ക്രിയേറ്റീവ് ലെൻസോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ലെൻസിലൂടെയാണ്. അതുകൊണ്ടാണ് ഇതിനെ ക്രൈറ്റർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി ക്രിയേറ്റീവ്. ഇത് ആക്ച്വലി ക്രിയേറ്റീവ് പീപ്പിളാണ്, ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നമ്മളതിനെ ക്രൈറ്റർ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നു എന്നുള്ളൂ. ഈ ക്രിയേറ്റീവ് ലെൻസോടിലൂടെ നമ്മളിത് കാണുന്ന സമയത്ത് നമ്മൾ ബിസിനസ്സിനെ കാണുന്നത് ഓൺലി ട്രാൻസാക്ഷൻ, നമ്പേഴ്സ്, അങ്ങനെയല്ല. അതിനെ ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ നെക്സ്റ്റ് പ്രോജക്റ്റും ഒരു ക്യൂറേറ്റ് ചെയ്യപ്പെടണം. അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ബി. ഞങ്ങൾ അങ്ങനെ അഗ്രസീവായിട്ട് എക്സ്പാൻഡ് ചെയ്തു, അഗ്രസീവായിട്ട് പോകുന്ന ആളുകളല്ല. ബേസിക്കലി ഒരു പ്രോജക്റ്റിനെ ഞങ്ങൾ ഈ സ്കൈ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് തന്നെ ഞങ്ങൾ ഏതാണ്ട് 1.5 years ഞങ്ങളതിന് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു സിംഗിൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ആയിരിക്കും ഞങ്ങൾ ഓരോ പ്രോജക്റ്റും ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും. ഇങ്ങനത്തെ പ്രോജക്റ്റുകളൊന്നും നമുക്കങ്ങനെ ഈ സ്പീഡിൽ ചെയ്യാൻ പറ്റില്ല. ലക്ഷറി ഒരിക്കലും സ്പീഡിൽ ചെയ്യാൻ കഴിയില്ല. ലക്ഷറി ശരിക്കും ഫീൽ ചെയ്യപ്പെടണമെങ്കിൽ അതിനൊരു പേർപ്പസ് ഉണ്ടാവും. ആ പേർപ്പസിനെ നമ്മൾ ക്യൂറേറ്റ് ചെയ്യുമ്പോഴാണ്, അതിനെടുക്കുന്ന സമയമാണ്, അപ്പോഴാണ് അതിനൊരു ലൈഫ് ഉണ്ടാവുള്ളൂ. സ്പീഡ് ചെയ്താൽ കഴിയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. ഓക്കെ, ശരി. അപ്പോൾ പറഞ്ഞു കേട്ടിടത്തോളം നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ എന്ത് തന്നെയായാലും സ്കൈ മാറ്റും. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഒരു മുഖച്ഛായ മാറ്റുന്ന ഒരു പ്രൊജക്റ്റായിട്ട് സ്കൈ മാറട്ടെ. 20 വർഷങ്ങൾക്കപ്പുറം നമുക്ക് സ്കൈനെ കുറിച്ച് സംസാരിക്കാൻ ഇതിലേറെയും ഇനി ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.